ഭാഗവത പുരാണത്തിലെ 4-ാം സ്കന്ധത്തിലാണ് ധ്രുവചരിതം പറയുന്നത്. അചഞ്ചലമായ ഭക്തിയിലൂടെയും തപസ്സിലൂടെയും ഒരു ബാലൻ എങ്ങനെ ഉന്നത പദവിയിലെത്തി എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ കഥ. നമുക്ക് ഈ കഥയെപ്പറ്റി കൂടുതലായി അറിയാം. ഉത്താനപാത മഹാരാജാവിൻ്റെയും സുനീതിയുടെയും മകനായിരുന്നു ധ്രുവൻ. രാജാവിന് സുനീതിയെ കൂടാതെ ഒരു ഭാര്യ കൂടി ഉണ്ടായിരുന്നു, സുരുചി. അവളോടായിരുന്നു രാജാവിന് കൂടുതൽ താല്പര്യം. ഒരിക്കൽ അച്ഛൻ്റെ മടിയിരുന്ന ധ്രുവനെ സുരുചി ഇറക്കി വിടുകയും അപമാനിക്കുകയും ചെയ്തു. രാജാവിൻ്റെ മടിയിലിരിക്കണമെങ്കിൽ നീ എൻ്റെ മകനായി ജനിക്കണമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ആ കുട്ടിയെ രാജസദസ്സിൽ വെച്ച് അവഹേളിച്ചു. അപമാനം കൊണ്ട് ധ്രുവൻ അമ്മയുടെ അടുത്ത് ചെന്ന് കരഞ്ഞപ്പോൾ ഭഗവാന് മാത്രമേ നിന്നെ രക്ഷിക്കാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞ് അമ്മ അവനെ ആശ്വസിപ്പിച്ചു. പിന്നെ ഒന്നും നോക്കാതെ 5 വയസ്സ് മാത്രം പ്രായമുള്ളവൻ മഹാവിഷ്ണുവിനെ സംപ്രീതിപ്പെടുത്താൻ തപസ്സനുഷ്ഠിക്കാൻ തീരുമാനിച്ചു. അതിനായി അവൻ യാത്ര പുറപ്പെട്ടു. വഴിമധ്യേ നാരദൻ അവനെ കാണുകയും അവനോട് തിരിച്ചു പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ ധ്രുവൻ അതൊന്നും കേൾക്കാതെ തൻ്റെ തീരുമാനത്തിൽ ഉറച്ചുനിന്നു. നാരദൻ ധ്രുവന് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം പറഞ്ഞുകൊടുത്ത് അവിടെ നിന്ന് യാത്രയായി. ധ്രുവൻ്റെ തപസ്സിൻ്റെ കാഠിന്യം കൊണ്ട് അവസാനം മഹാവിഷ്ണു സംപ്രീതനാവുകയും അവന് വരം നൽകുകയും ചെയ്തു. മഹാവിഷ്ണുവിൻ്റെ സ്പർശനം ലഭിച്ചതോടെ ധ്രുവന് ജ്ഞാനോദയം ലഭിച്ചു. ഭഗവാൻ ധ്രുവന് ധ്രുവപദം അഥവാ ധ്രുവനക്ഷത്രം വരം നൽകി അനുഗ്രഹിച്ചു. പ്രളയകാലത്ത് പോലും നശിക്കാത്ത സപ്തർഷികളാൽ വലം വയ്ക്കപ്പെടുന്ന ഉന്നതമായ സ്ഥാനമാണത്. തപസ്സിനു ശേഷം കൊട്ടാരത്തിൽ തിരിച്ചെത്തിയ ധ്രുവനെ രാജാവ് മാപ്പു പറഞ്ഞ് തിരിച്ചു വിളിക്കുകയും രാജാധികാരം നൽകുകയും ചെയ്തു. ഇപ്പോഴും ധ്രുവൻ മരണമില്ലാതെ സപ്തർഷികളാൽ വലം വയ്ക്കപ്പെടുന്ന ധ്രുവനക്ഷത്രമായി നിലകൊള്ളുന്നു. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.